വിശ്വാസം അതൊരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പ്രയാസകരമാണ്. എന്ത് തലകുത്തി മറിഞ്ഞാലും നമുക്കത് പഴയ രൂപത്തിലോട്ട് എത്തിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓല EVയെക്കുറിച്ചാണ്. ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിൽ തരംഗം ഉണ്ടാക്കിയൊരു കമ്പനിയാണ് ഓല. ഓല എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പലരുടെ മനസ്സിലും ഒലക്ക എന്നാണ് വരിക. കാരണം കമ്പനിയും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം അത്രത്തോളം വഷളായിട്ടുണ്ട്. ഒരു സ്കൂട്ടർ നമ്മൾ കമ്പനിയിൽ എന്തെങ്കിലും കേടുപാട് പറ്റി കൊടുക്കുകയാണെങ്കിൽ മാസങ്ങളോളം എടുക്കും അത് തിരിച്ചു കിട്ടണമെങ്കിൽ. അത് എപ്പോൾ കിട്ടുമെന്ന് കമ്പനിക്കോ നമുക്കോ പറയാൻ കഴിയില്ല. അത്രത്തോളം ഒരു ഗ്യാപ്പ് കസ്റ്റമറും കമ്പനിയും തമ്മിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വാഹന രംഗത്ത് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഓല അവരുടെ മോശം സർവീസ് കൊണ്ടാണ് കസ്റ്റമറിനുള്ള അവരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. ഓലയുടെ മാർക്കറ്റ് ഷെയർ അനുദിനം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വാഹനങ്ങളുടെ വിൽപ്പനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓല എന്ന കമ്പനി നിലവിലുണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ വരെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഒരു മികച്ച ബ്രാൻഡ് മോശം സർവീസ് കൊണ്ട് എങ്ങനെ നശിപ്പിക്കാം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഓല.